എറണാകുളത്തെ വിവിധ ദ്വീപുകൾ ചുറ്റിയുള്ള ഓണം ക്രൂയിസ് യാത്രയ്ക്ക് നാളെ സമാപനമാകും. കടമക്കുടി ഉൾപ്പെടെയുള്ള വൈപ്പിനിലെ ദ്വീപുകളുടെ മനോഹാരിത ആസ്വദിക്കാനും ദ്വീപുകളെ പരിചയപ്പെടാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഓണം ക്രൂയിസ് യാത്രയ്ക്കാണ് നാളെ താൽക്കാലികമായി സമാപനമാകുന്നത്. നാളെ രാവിലെ വാട്ടർ മെട്രോയുടെ പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന ഉല്ലാസയാത്ര ഉച്ചയ്ക്ക് 2 മണിയോടെ തിരിച്ചെത്തും. ദ്വീപുകളുടെ തനത് വിഭവങ്ങൾ പരിചയപ്പെടാനും ഒട്ടേറെ തനത് കലാരൂപങ്ങൾ കാണാനും വിനോദസഞ്ചാരികൾക്ക് അവസരമൊരുക്കിയിട്ടുണ്ട്. ദ്വീപ് നിവാസികളുടെ ജീവിത രീതിയും കൃഷി സമ്പ്രദായങ്ങളും പരിചയപ്പെടാനും യാത്രയിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. വൈപ്പിൻ MLA ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ കൊച്ചിൻ ക്രൂയിസുമായി ചേർന്നാണ് ദ്വീപുകളുടെ ടൂറിസം സാധ്യതകൾ പരിചയപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഓണം ക്രൂയിസ് വിനോദയാത്ര സംഘടിപ്പിച്ചത്. 5 മണിക്കൂർ നീളുന്ന ഉല്ലാസയാത്രയ്ക്ക് 550 രൂപയാണ് നിരക്ക് ഈടാക്കുന്നത്. ഗവൺമെന്റിന്റെയും പ്രൈവറ്റ് ബോട്ടുകളും പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് എല്ലാം ഉൾപ്പെടെ കണക്ട് ചെയ്തിട്ട് ക്രൂസ് ടൂറിസത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ ആകർഷിക്കാനും റിവർ ക്രൂസുകൾ ധാരാളമായി കേരളത്തിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പം അതിൻ്റെ ഏറ്റവും സിറ്റിയുടെ അടുത്തുള്ള ഒരു വില്ലേജ് എന്നുള്ള രീതിയിൽ ഒരു വില്ലേജ് ടൂറിസം ക്രൂസ് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് 456 ദ്വീപുകൾ ഉൾപ്പെടുന്ന വൈപ്പിൻ മണ്ഡലത്തിന്റെ ഏറ്റവും സൗന്ദര്യവും മറ്റു സാംസ്കാരികവുമായിട്ടുള്ള ഒരു മേഖലയാണ് 14 ദ്വീപുകൾ കൂടുന്ന കടമക്കുടി ദ്വീപുകൾ. പൊക്കാളിപ്പാടങ്ങൾ, ചീനവലകൾ, ചെമ്മീൻ കെട്ടുകൾ, ചെറു സംരംഭങ്ങൾ എന്നിവ കാണാനും ആസ്വദിക്കാനും കൊച്ചിൻ ക്രൂയിസ് അവസരമൊരുക്കുന്നു. ഒരു യാത്ര അത് വളരെ സന്തോഷകരമാണ്. സീനറി എല്ലാം കണ്ടുകൊണ്ടും നമ്മള് പല ന്യൂസുകളിലൂടെ എല്ലാം പരിചയപ്പെട്ടിട്ടുള്ള താന്തോന്നിത്തുരുത്ത്, കുറുമ്പത്തുരുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഈ തുരുത്തുകളൊക്കെ നമ്മൾ കണ്ടുപോവുകയാണ്. ആ ജനങ്ങളുടെ ജീവിതം, ഈ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ആ കുടുംബങ്ങളുടെ എല്ലാം ജീവിതം നമുക്കിപ്പോൾ ഇതിലെ പോകുമ്പോൾ നേരിട്ട് കാണാൻ സാധിക്കുന്നു. വളരെ സന്തോഷകരമായ ഒരു ട്രിപ്പായിട്ട് മാറുകയാണ്. കാരണം ഞങ്ങൾ പ്രായമായവരാണ്, ഞങ്ങൾക്ക് വലിയ കാട്ടിലേക്കോ അങ്ങോട്ടൊന്നും പോകാൻ കഴിയില്ല. ഇങ്ങനെയുള്ളൊരു ട്രിപ്പ് വളരെ ആസ്വാദ്യകരമായ രീതിയിലുള്ള ഒരു ട്രിപ്പ് ഞങ്ങൾക്ക് വളരെ സന്തോഷമായിട്ടുണ്ട്. എല്ലാവരും വലിയ റിസ്ക് ഇല്ലാതെ പോകാൻ കഴിയുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ ഈ ട്രിപ്പ് വന്നിട്ടുള്ളത്. വിവിധ കരകളിൽ ഇറങ്ങി കലാപരിപാടികൾ ആസ്വദിക്കാനും അവസരമൊരുക്കിയിട്ടുണ്ട്. ചെറുവഞ്ചികൾ, കയാക്കിംഗ്, പെഡൽ സൈക്ലിംഗ് തുടങ്ങിയവയും ക്രൂയിസ് യാത്രയോടനുബന്ധമായി ഒരുക്കിയിട്ടുണ്ട്. DD ന്യൂസ്, എറണാകുളം.